ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. മലപ്പുറത്ത് വിവാദ പരാമർശവുമായി മുസ്ലിം ലീഗ് നേതാവ്. ജുമയുടെ നേരത്ത് യോഗം ചേരാത്ത, ജമാഅത്ത് നടക്കുമ്പോൾ യോഗം ചേരാത്ത, പാർട്ടിയിൽ ചേരാൻ യുവാക്കൾ താൽപര്യപൂർവ്വം കാത്തിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉസ്മാൻ പറഞ്ഞു. അവരുടെ ആ പ്രതീക്ഷയാണ് മുസ്ലിം ലീഗ് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. ഈ സംവിധാനത്തോടൊപ്പം ചേർത്ത് നടക്കാൻ എല്ലാവരെയും ഉപദേശിക്കണമെന്നാണ് ലീഗ് നേതാവിന്റെ പ്രസംഗം. താനാളൂർ OK പാറയിൽ നടന്ന പരിപാടിയിലാണ് പരാമർശം. ഒന്ന് കേൾക്കാം. നല്ലൊരു വിഭാഗം ചെറുപ്പക്കാര് എങ്ങനെയൊക്കെയോ എന്തിൻ്റെയൊക്കെയോ പേരിൽ ഒരു വിഭാഗത്തോടൊപ്പം നടന്ന ശീലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നൊരു വലിയ മാറ്റം ഇവിടെ കാണുന്നു, ഇവിടെ ദർശിക്കുന്നു. നല്ലൊരു മാർഗത്തിൽ ജുമാന്റെ നേരത്ത് യോഗം കൂടാത്തൊരു പാർട്ടിയോടൊപ്പം, അതല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ജമാഅത്ത് നടക്കുമ്പോൾ ആ നേരത്ത് യോഗം കൂടാത്ത ഒരു സംവിധാനത്തോടൊപ്പം ചേരാൻ ഈ നാട്ടിലെ ചെറുപ്പക്കാര് താല്പര്യപൂർവ്വം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അവരുടെ ആ പ്രതീക്ഷയാണ് ഇന്ത്യയുടെ മുസ്ലിം ലീഗ് OK പാറയിൽ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉസ്മാന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. നമുക്കിപ്പോൾ മുബഷീറുണ്ട്. മുബഷീർ, ജുമാ സമയത്ത് ജുമാ പരിപാടിയിൽ പങ്കെടുക്കാത്ത, ഇതേപോലെ ജമാഅത്തെ പരിപാടികളുടെ യോഗങ്ങളിലൊന്നും പങ്കെടുക്കാത്ത ആളുകളോടൊപ്പം നടന്നവർ ഇപ്പോൾ അതൊക്കെ ചെയ്യുന്നു എന്നാണോ പറയുന്നത്? അതിനകത്തൊരു വർഗീയതയുടെ ഒരു എലമെന്റ് ഉണ്ട്. ഒരു മതചടങ്ങിൽ അല്ലെങ്കിൽ മതചടങ്ങുകളിൽ പങ്കെടുക്കാത്ത ചെറുപ്പക്കാർ മതചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് ഇപ്പോൾ വരുന്നു എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം മുബഷീർ? അരുൺകുമാർ, മലപ്പുറം ജില്ലയിലെ താനാളൂർ പഞ്ചായത്തിലെ OK പാറയിൽ കഴിഞ്ഞ 29-ാം തീയതി കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ഒരു പ്രസംഗമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവാണ്. മുസ്ലിം ലീഗിന്റെ പാനലിൽ വിജയിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള ഉസ്മാൻ പ്രസംഗിക്കവേ നടത്തിയ ഒരു പരാമർശമാണിത്. ജുമോയുടെ നേരത്തെ യോഗം ചേരാത്ത, ജമാഅത്ത് നടക്കുമ്പോൾ, അതായത് പള്ളിയിൽ നമസ്കാരം നടക്കുമ്പോൾ യോഗം ചേരാത്ത, പാർട്ടിയിൽ ചേരാൻ യുവാക്കൾ താല്പര്യപൂർവ്വം കാത്തിരിക്കുകയാണെന്നുള്ളതാണ് ഉസ്മാൻ പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായിട്ടും ജനാധിപത്യ പ്രക്രിയയിൽ മത ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് യോഗം ചേരുന്ന പാർട്ടികളിൽ ചേരാൻ യുവാക്കൾക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അത് മറ്റു പാർട്ടികൾക്കെതിരായിട്ടുള്ള ഒരു പരോക്ഷ വിമർശനമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും CPM-നെതിരെ ഉൾപ്പെടെ ലീഗിന്റെ നേതാക്കൾ പല ഘട്ടങ്ങളിൽ അത്തരം വാദങ്ങൾ ഉയർത്താറുണ്ടെന്ന് CPM തന്നെ ആരോപിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് ഇത്തരം ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത്. നല്ലൊരു വിഭാഗം ചെറുപ്പക്കാർ കഴിഞ്ഞ കുറച്ചു കാലമായി എന്തിൻ്റെയൊക്കെയോ പേരിൽ ഒരു വിഭാഗത്തിന്റെ കൂടെ നടന്ന് മാത്രമായിരുന്നു അവർക്ക് ശീലമുണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ച് പുതിയ ഒരു തലത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ തന്നെ പ്രതീക്ഷയാണ് മുസ്ലിം ലീഗ് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ പള്ളിയിൽ നമസ്കാരം നടക്കുന്ന സമയത്ത് യോഗം ചേരാത്ത, പാർട്ടിയിൽ ചേരാനാണ് ഇപ്പോൾ യുവാക്കൾക്ക് താല്പര്യം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പാർട്ടിയുടെ യോഗങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മത അടിസ്ഥാനത്തിലുള്ള ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് നടക്കാൻ പാടില്ല എന്ന് തന്നെ ജനാധിപത്യ പ്രക്രിയയിൽ ഇല്ലല്ലോ എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് CPM ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെതിരെ വലിയ രീതിയിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തിയാണ് തെരഞ്ഞെടുപ്പിൽ അവർ പ്രചാരണം നടത്തിയതെന്ന ഒരു ആരോപണം CPM ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ലീഗ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ നമ്മളോട് നടത്തിയൊരു ഇന്റർവ്യൂവിൽ മുസ്ലിം ലീഗിന്റെ രീതിയല്ല ഇത്, മുസ്ലിം ലീഗ് ഇങ്ങനെ പറഞ്ഞ് പ്രസംഗിക്കുന്ന പാർട്ടിയല്ല, ലീഗിന്റെ ഒരു നേതാക്കളും ഇങ്ങനെ സംസാരിക്കില്ല എന്നുള്ളത് സാദിഖ് അലി തങ്ങൾ തന്നെ നമ്മുടെ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ലീഗിന്റെ പ്രാദേശിക മേഖലകളിലൊക്കെ തന്നെ ഈ സ്വഭാവത്തിലുള്ള പ്രസംഗങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് ഉസ്മാന്റെ ഈ വാക്കുകൾ അടിവരയിടുന്നത്. പ്രധാനപ്പെട്ട കാര്യമാണത്. മതമാണോ പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. വീണ്ടും ഇതേ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് മതേതര പാർട്ടി എന്ന ലേബൽ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് വിമർശകർ ചോദിക്കുന്ന ചോദ്യം.